യൂട്യൂബറും ഡോഹിനെ കുറ്റമൊക്കെ പറഞ്ഞതിന് ശേഷം മാഡഞ്ചിനെ കൊന്നതുപോലും ഡോഹി ആണെന്നൊക്കെ വരുത്തി തീർക്കുവാനായിട്ട് നോക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അയാളുടെ നെറ്റ് കണക്ഷനൊക്കെ കട്ടാകുന്നു. അയാളും എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഗുവണും ഡോഹിയും കൂടി ചേർന്നിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച ആൾ ആരാണെന്ന് എനിക്കറിയാം, അയാൾ നിനക്ക് എത്ര രൂപ തന്നു എന്നൊക്കെ ഡോഹി ചോദിക്കുമ്പോഴത്തേക്കും അയാൾക്കും ആരാണ് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന കാര്യം പോലും അറിയുകയില്ലായിരുന്നു. നിന്റെ ഒരു ആഗ്രഹം പറ, ഞാനത് സാധിച്ചു തരാമെന്നൊക്കെ ഗുൺ പറയുമ്പോഴത്തേക്കും അയാൾക്കും പണക്കാരനാകണമെന്നും പ്രശസ്തിക്ക് ലഭിക്കണമെന്നുമായിരുന്നു ആഗ്രഹം. അങ്ങനെ ഗുവൺ ഒന്ന് കൈയൊക്കെ ഞൊടിച്ച് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് കൊറിയയിലൊരു ബാങ്കിൽ എത്തുകയാണ്. അങ്ങനെ ഇരിക്കെ ഡോഹിയും ഗുവണും കൂടി ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകുകയാണെന്നും രാവിലെ ലോക്കറൊക്കെ തുറക്കുവാനായിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്കും നിന്നെ ആയിരിക്കും അവർ കാണുന്നതെന്നും പോലീസ് നിന്നെ പിടികൂടുകയും നിനക്ക് ഫേമസ് ആക്കുവാനും സാധിക്കുമെന്നൊക്കെ അവരും പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് ചെയ്യുവാനായിട്ടും തയ്യാറാണെന്നൊക്കെ അയാളും അവരോട് പറയും. ഡബിളിന്റെ ബുക്കൊക്കെ കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ബോക്കിയും ഇപ്പോൾ ഗുവണിനെ കോൾ ചെയ്തിരിക്കുകയാണ്. ഗുവൺ ഉള്ളത് ഡോഹിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ബോക്കിനെ പറ്റിക്കുവാനായിട്ട് നേരെ ബോക്കിന്റെ പിറകിലൊക്കെ ആയിട്ട് അവരും വരുന്നു. ഗുവണും ആ ഒരു ബുക്കൊക്കെ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലത്ത് ബുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവിടെ ഇരിക്കുന്ന മറ്റൊരു ബുക്കൊക്കെ കാണുന്ന ഡോഹി ആകട്ടെ ഗുവോയുടെ ഓരോ കാലഘട്ടത്തിലെ ഓരോരോ ചിത്രങ്ങളൊക്കെ കണ്ട് ചിരിക്കുകയാണ്. കാണാതായത് ഡിമൻസിനെ കുറിച്ചുള്ള മാനുവലൊക്കെ ആണെന്നുള്ള കാര്യവും ബോക്യു ഡോഹിനെ അറിയിക്കുന്നുണ്ട്. ഇവൻ എന്താ വല്ല എയർ പ്യൂരിഫയറും ആണോ എന്നൊക്കെ അവളും തമാശയോട് തന്നെ ചോദിക്കുകയാണ്. സാധാരണ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കൊക്കെ ആണല്ലോ ഇതുപോലെ മാനുവലൊക്കെ ഉള്ളത്. ഡിമൻസിനെ കുറിച്ചുള്ള കഴിവുകളും ഡിമൻസിന് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കഴിവുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാത്തതെന്നുള്ള പല കാര്യങ്ങളും ആ ഒരു ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യവും ബോക്യു അറിയിക്കുകയാണ്. ബോക്യു ഒരു കാര്യം കൂടി പറയുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഗുവൺ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അതൊക്കെ സീക്രട്ട് ആണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ കില്ലറും അവിടെ ഒരു ഓഡിയോ റെക്കോർഡറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും കില്ലർ കേൾക്കുന്നു. അങ്ങനെ ബുക്ക് തുറന്നു നോക്കി അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഡീമൻസിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ അയാളും വായിച്ചു പഠിക്കുന്നു. ദൈവത്തിന്റെ ജോലിക്ക് തടസ്സം നിൽക്കുവാനായിട്ട് ഒരിക്കലും ഡബിളിന് കഴിയുകയില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊല്ലുവാനായിട്ടോ അല്ലായെങ്കിൽ അവരെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാനായിട്ടോ ഒരിക്കലും ഡബിളിന് കഴിയുകയില്ല. നടക്കുവാൻ പോകുന്ന ഒരു ദുരന്തങ്ങളെയും അവർക്ക് എതിർക്കുവാനും കഴിയുകയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡെവിളും അപ്പോൾ തന്നെ ഇല്ലാതായി പോകുന്നതായിരിക്കുമെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ബുക്ക് എവിടെയാണ് പോയതെന്നൊക്കെ കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ എന്ന് ഡോഹി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ പവേഴ്സ് വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഡോഹിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഷെൽഫിലുണ്ടായിരുന്ന ഓരോരോ ബുക്കായിട്ട് മാറി മാറി നോക്കുകയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഒന്നും തന്നെ അവൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്യോഹോണ് നല്ല സംശയമുണ്ട്, നമുക്ക് CCTV ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവൻ ഈ ബുക്ക് എടുത്തോണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയാലോ എന്നൊക്കെ ഗുവണും ചോദിക്കുന്നുണ്ട്. ഞാൻ വാമ്പയർ ആണോ എന്നൊക്കെ എന്നോട് അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഗുവൺ പറയുന്നുണ്ടെങ്കിലും അവൻ ഒരിക്കലും വേറൊരാളുടെ സ്ഥലത്തൊക്കെ വന്നിട്ട് ഇതുപോലെ ബുക്ക് മോഷ്ടിക്കുവാൻ നിൽക്കുകയില്ല എന്ന കാര്യം ഡോഹിയും പറയുകയാണ്. ഗായകന്റെ പെർഫോമൻസിന്റെ ഫൈനൽ റിഹേഴ്സലൊക്കെ നടക്കുവാനായിട്ട് ഇരിക്കുകയാണ്. അവളും തന്റെ പെർഫോമൻസ് കാണുവാനായിട്ട് ഗുവൺ എത്തുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഗുവണും ഡോഹിയും ഒന്നിച്ചെത്തുമ്പോഴത്തേക്കും അവൾ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് പതറുന്നുണ്ട്. ഈ ഒരു വിവാഹമൊക്കെ ഫേക്ക് ആയതുകൊണ്ട് തന്നെ തനിക്ക് തന്റെ പെർഫോമൻസ് നന്നായി ചെയ്യുവാൻ സാധിക്കുമെന്ന വിശ്വാസമൊക്കെ ഗായകനുണ്ടായിരുന്നു. അങ്ങനെ അവളും പെർഫോമൻസ് ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് അവൾ ചെയ്യുന്ന അതേ ഡാൻസ് ആയിരുന്നു സ്വപ്നത്തിൽ കണ്ട ആ ഒരു പെൺകുട്ടി ചെയ്യുന്നതെന്ന കാര്യമൊക്കെ ഗുവണും തിരിച്ചറിയുകയാണ്. ഗായകൻ പെർഫോമൻസൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് ഗുവണിന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ഗുവൺ ഒരു മറുപടി പറയാതെ പോകുന്നു. നിന്റെ ഡാൻസൊക്കെ കാണുവാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നൊക്കെ ഡോഹി അവളോട് പറയുന്നുണ്ടെങ്കിലും നിന്നെ കാണിക്കുവാനായിട്ടായിരുന്നില്ല ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളും പിണങ്ങിപ്പോകുന്നു. ഗുവണും രണ്ട് ഗേൾസ് ഡാൻസ് ചെയ്യുന്ന ആ ഒരു പെയിന്റിംഗ് ഒക്കെ നോക്കി നിൽക്കുകയാണ്. നീ എന്തുകൊണ്ടാണ് അവളോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബോക്കിയും അവൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. ഞാൻ സ്വപ്നങ്ങളിൽ ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവളും ഇതേ ഡാൻസ് തന്നെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഗുവണും ബോക്യുവിനോട് പറയുന്നു. അങ്ങനെ അവരും ഗായകനെ കുറിച്ചൊക്കെ കുറച്ച് സംസാരിച്ചതിന് ശേഷം അവന് ഒരു പ്രസ് കോൺഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവളെ തിരിച്ച് വീട്ടിലേക്ക് അയക്കാമെന്നൊക്കെ പറയുന്നു. ഗുവൺ ഡോഹിയുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും പവേഴ്സ് ഒന്നും തന്നെ വർക്കാകുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ഗ്യാങ്ങും ഗുവണിനെ കാണുവാനായിട്ട് എത്തുന്നത്. ഞാൻ 1, 2, 3 വരെ എണ്ണി കഴിയുമ്പോഴത്തേക്കും നീയും ഞാനും ഒരുപോലെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കുമെന്നൊക്കെ ഗുവണും ഡോഹിയോട് പറയുന്നു. അങ്ങനെ അവരും ഓടുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമായിരുന്നു ബോസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആ ഒരു വലിയ ഗ്യാങ് ഇവരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത്. അവരുടെ ടീമിന്റെ പേരാണ് വൈൽഡ് ഡോഗ്സ്. ഈ ഒരു ടീമിന് ഒരു ബോസിന്റെ ആവശ്യമുണ്ട്. ഗുവണിന് നല്ലപോലെ സ്ട്രെങ്തും പവേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനെ ബോസ് ആക്കുവാനായിട്ടാണ് ഇവരുടെ തീരുമാനം. ഇതൊക്കെ നല്ല കാര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നടന്നു പോകുന്നുണ്ടെങ്കിലും അവൻ്റെ പിറകെയൊക്കെ ഈ ഒരു ഗ്യാങ്ങും പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവനാകട്ടെ ഒരു ടവലൊക്കെ ആ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറിൻ്റെ മുഖത്തിട്ടതിന് ശേഷം ഓടുന്നു.
ഒളിഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു വില്ലൻ ഉണ്ടല്ലോ, ആ വില്ലനെ കാണിക്കുകയാണ്. അയാളും ഇപ്പോൾ ആ ഒരു ഡിമൻ്റെ ബുക്കൊക്കെ വായിക്കുന്നു. മാത്രമല്ല നേരത്തെ കില്ലർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോയും കണ്ടു നോക്കുന്നു. പിന്നീട് കില്ലറുമായിട്ട് അയാൾ ചാറ്റ് ചെയ്യുകയാണ്. അയാളൊരു മനുഷ്യനൊന്നുമല്ല, മറിച്ച് അയാളൊരു ഡബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ കൊല്ലുവാനും സാധിക്കുകയില്ല എന്നൊക്കെ കില്ലർ പറയുന്നുണ്ടെങ്കിലും വില്ലനാകട്ടെ ഡോഹി വരുന്നതിന് മുമ്പ് വരെ അവൻ സാധാരണ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോഹി ഇല്ലാത്ത സമയത്ത് അവനെ കൊല്ലുവാൻ സാധിക്കും. മാത്രമല്ല അവനെ നീ കൊല്ലുകയാണെങ്കിൽ പിന്നീട് നീയായിരിക്കും ഡബിളായി മാറുക എന്ന കാര്യമൊക്കെ കില്ലറിനോട് അയാൾ പറഞ്ഞും കൊടുക്കുന്നു. അങ്ങനെ അയാളും ഗുവോണിനെ കൊല്ലുവാനായിട്ട് പുതിയ വേഷമൊക്കെ കെട്ടി പോകുവാൻ തുടങ്ങുന്നു. ഗുവോൺ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഡോഹിയും ഗുവോണിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. എനിക്ക് ചാർജൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എത്രയും വേഗം ഞാൻ മടങ്ങി വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഗുവോണും അവിടെ നിന്നും പോകുന്നു. കില്ലറും ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. പ്രസ് കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഗായങ്ങിനെ ബോക്കി വളരെ വലിയ രീതിയിൽ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഗുവോണ് കഴിക്കുവാനായിട്ടുള്ള കേക്കൊക്കെ റെഡിയാക്കി വെക്കുന്ന ഡോഹിയും ഒരു കോളിംഗ് ബെല്ലൊക്കെ കേൾക്കുകയാണ്. വാതിൽ തുറന്നു നോക്കുന്ന അവളും പോലീസിനെയൊക്കെ ആയിരുന്നു കാണുന്നത്. മാഡം ജുവിനെ കൊന്ന കേസിൽ ഡോഹിനെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പോലീസും അവളെ അറസ്റ്റ് ചെയ്യുന്നു. വഴിയിലുള്ള ഒരാളാകട്ടെ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കുവാനുള്ള കാരണം അവളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടീനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ നോയും കാണുകയാണ്. നിനക്ക് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ അവളല്ല, മറിച്ച് നീ തന്നെയാണ് എന്ന് നോയും സ്വയം പറയുന്നു. നിങ്ങൾ ഓരോ ചോയ്സസ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് പോലും ഉണ്ടാക്കുകയില്ല എന്ന കാര്യവും നോ അറിയിക്കുന്നുണ്ട്. പോലീസ് ഡോഹിനെ അറസ്റ്റ് ചെയ്ത വിവരമെല്ലാം തന്നെ ഇപ്പോൾ മകനും ടിവിയിൽ കാണുന്നു. എന്തായാലും അവർ ഇത്രയ്ക്ക് ചീപ്പായിരിക്കുമെന്ന് ഒരിക്കലും സെഖോൺ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ഒരു രീതിയിലുള്ള തെളിവുകളും ഇല്ല എങ്കിൽ പോലും ഇപ്പോൾ എങ്ങനെയെങ്കിലും ഡോഹിനെ നാട്ടിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർ ചെയ്തതെന്ന കാര്യമൊക്കെ ഡോഹിക്ക് മനസ്സിലാക്കുന്നു. മോൺസ്റ്ററിനെ വേട്ടയാടുവാനായിട്ട് പോകുകയാണെന്നുള്ളൊരു മെസ്സേജൊക്കെ ഡോഹിങ്ങിന്റെ ഫോണിലേക്കും വരുന്നു. ഗുവോണും ഗായങ്ങിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഡോഹിനെ അറസ്റ്റ് ചെയ്ത വിവരമൊക്കെ സെക്രട്ടറിയും ഗുവോണിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ഗുവോൺ അവിടേക്ക് ഓടുന്ന സമയത്ത് ആ ഒരു കില്ലറും അവനെ വന്ന് തട്ടുകയാണ്. നിനക്ക് വേദനിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ കില്ലർ ചോദിക്കുമ്പോഴത്തേക്കുമാണ് കില്ലറുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയൊക്കെ ഗുവോണിന്റെ ചങ്കിൽ തറച്ചു കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ കാണിക്കുന്നത്. കില്ലർ വീണ്ടും ആ ഒരു കത്തിയുടെ മുകളിലായിട്ട് കാലൊക്കെ അമർത്തി പിടിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു കത്തി കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ കടക്കുകയാണ്. ഗുവോണും ആകെ വേദനിച്ച് നിലവിളിക്കുന്നു. ഡോഹിയും ആ ഒരു ടാറ്റു നോക്കിയിരിക്കുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഞാൻ അടുത്ത എപ്പിസോഡിന്റെ കുറച്ച് പാർട്ടും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഗുവോൺ അപ്പോഴും ഡോഹിനെ കുറിച്ച് ആയിരുന്നു ഓർക്കുന്നത്. ഗുവോൺ പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കില്ലർ ആ ഒരു കത്തിയൊക്കെ വലിച്ചൂരിയിട്ട് വീണ്ടും അവനെ കുത്തുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബോക്യു ആണ് അയാളെ തള്ളി മാറ്റുന്നത്. അങ്ങനെ കില്ലറും മറിഞ്ഞു വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അയാളുടെ മുഖത്തുണ്ടായിരുന്ന മാസ്കും താഴേക്ക് പോക്കുകയാണ്. ഗുവോൺ തന്റെ ഫേസൊക്കെ കണ്ടുവെന്ന് മനസ്സിലാക്കുന്ന അയാളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ ആംബുലൻസ് ഒക്കെ വിളിക്കുവാനായിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നതെങ്കിലും ബോക്യു ആകട്ടെ എത്രയും വേഗം ഡോഹിനെ ഇവിടേക്ക് കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഡോഹി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യമൊക്കെ പോലീസിന് അറിയാമായിരുന്നു. പക്ഷെ മുകളിൽ നിന്നുമുള്ള പ്രഷർ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളതും. ഡോഹിയുടെ വാറന്റൊക്കെ റിവ്യൂ ചെയ്യുവാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം അവളെ വെറുതെ വിടുന്നതായിരിക്കുമെന്നൊക്കെ പോലീസും പറയുന്നു. ഗുവോണിനെ ആംബുലൻസിലൊക്കെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബ്ലഡൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൻ്റെ ലൈഫും ഇപ്പോൾ റിസ്കിലാണുള്ളത്. ഗുവോണിന് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന കാര്യമൊക്കെ ഒരു പോലീസും ഡോഹിനെ വന്ന് അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ എത്തുന്ന സെഹോണിനോടും എനിക്ക് എത്രയും വേഗം ഗുവോണിനെ കാണണമെന്നൊക്കെ ഡോഹിയും പറയുന്നുണ്ട്. ബോക്കിയും ഗായങ്ങും കൂടി ചേർന്നിട്ട് ഇപ്പോൾ അവനെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിച്ചിരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ടുണ്ട്. അവൻ്റെ ഹൃദയത്തിനാണ് തകരാറ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോഴത്തേക്കും അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഗായങ്ങും ഡോക്ടറിൻ്റെ കാലൊക്കെ പിടിച്ച് കരയുന്നു. ഡോഹി ഹോസ്പിറ്റലിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും നീ കാരണമാണ് ഗുവോൺ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഗായങ്ങും അവളോട് ദേഷ്യപ്പെടുന്നു. ബോക്യുവും അപ്പോൾ ഗായങ്ങിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഡോഹി അവളുടെ കൈയൊക്കെ ഗുവോണിന്റെ കൈയോട് ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവന് ബോധം വരാതെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കും ആകെ അതിശയം തോന്നുന്നു. സെഹോണും ഇതെല്ലാം തന്നെ വെളിയിൽ നിന്ന് കാണുകയാണ്. കുറേ നേരം അവൻ്റെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവനൊരു അനക്കവും വരാതിരിക്കുമ്പോഴത്തേക്കും താൻ വരുവാൻ വളരെയധികം വൈകിപ്പോയെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുകയാണ്. അവൾ ഓരോ തവണ അപകടത്തിൽപ്പെട്ടപ്പോഴും അവനായിരുന്നു അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവൾക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല എന്ന കാര്യം മനസ്സിലാക്കി അവൾ അവിടെ ഇരുന്ന് കരയുന്നു. ഈ ഒരു സീനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.